അധ്യായം 6. 3 മാസം കഴിഞ്ഞാൽ ഓഫീസിൽ പെർഫോമൻസ് റിവ്യൂ ഉണ്ടാകും. പണിയൊക്കെ വൃത്തിയിൽ ചെയ്താൽ ചിലപ്പോൾ ഒരു ബോണസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടതിനാൽ ഓഫീസിൽ വന്നാൽ ഇപ്പോൾ അവൾക്ക് നല്ല ആത്മാർത്ഥതയാണ്. കാര്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലേയയുടെ കോൾ വന്നത്. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും പുള്ളിക്കാരിയെ സംസാരിക്കാൻ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫോൺ എടുത്തു. അമ്മു, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ആൽവിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ പുറത്തുപോയി ഓരോന്ന് സംസാരിച്ചപ്പോൾ ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായി. നീ ഒന്ന് സംസാരിച്ച് നോക്ക്. നീ അവനെ കെട്ടിയാൽ നിനക്ക് ഇവിടേക്ക് താമസം മാറാലോ. നമ്മൾക്ക് രണ്ടാർക്കും ഒരുമിച്ച് നിൽക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കുമെന്ന്. എൻ്റെ ലയ, എനിക്ക് ആരെയും കെട്ടണ്ട. അല്ലെങ്കിലും കെട്ടിയാൽ തന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഇവിടുത്തെ ജോലികൾ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്? അവൻ വേണേൽ ഇവിടെ വരട്ടെ. ആൺകുട്ടികളുടെ സൗകര്യം നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഓ, തുടങ്ങി അവളുടെ ഫെമിനിസം. നീ കെട്ടണ്ട, ചുമ്മാ സംസാരിക്ക്. ഞാൻ അവനോട് പറയാം നീ മെസ്സേജ് ചെയ്യുമെന്ന്. ഞാൻ സംസാരിക്കില്ല. എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചേക്കാം. ഒന്ന് സംസാരിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അമ്മു, എല്ലാ ആൺകുട്ടികളും ഒരുപോലെയാണോ? കഴിഞ്ഞത് കഴിഞ്ഞു. അതാലോചിച്ച് നീ നിൻ്റെ ലൈഫ് കളയുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാൻ ഓഫീസിലാണ്, പിന്നെ വിളിക്കാം. നീ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാൻ പോണില്ല. അതിഥി മറുപടി കാത്ത് നിൽക്കാതെ ഫോൺ വെച്ചു. വൈകിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് നടക്കവേ ലയയെ വിളിച്ചാലോ എന്നവൾ ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, അവൾ പിന്നെ ഓരോന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടും. അവൾ വാട്സപ്പ് തുറന്ന് ലയയ്ക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ലയ, എനിക്കറിയാം ഞാൻ ഹാപ്പിയായിരിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഓക്കെയാണ്. ഈ ലൈഫായി ഞാൻ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു. എനിക്കിനി ആരെയും സ്നേഹിക്കാനൊന്നും വയ്യ. നമുക്കിനി ഈ കാര്യം സംസാരിക്കേണ്ട. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ടു മൈ വാലൻറ്റൈൻ സിസ്റ്റർ എവർ. ഇന്ന് പട്ടിയൊന്നും കടിക്കാൻ വന്നില്ലേ ചേച്ചി? ഡോർ തുറന്ന പാടെ ഷാലു കളിയാക്കി ചോദിച്ചു. ഏതോ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്ന ഒരു പയ്യനുണ്ടായി. ഞാൻ അവൻ്റെ സൈഡ് പിടിച്ച് നൈസായിട്ട് അകത്ത് കയറി. ആൻറ്റി എവിടെ? അമ്മ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ. കുറച്ച് കഴിഞ്ഞേ വരൂ. വാ, നമുക്ക് കഴിക്കാം. ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്യായിരുന്നു. ആൻറ്റിയെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ അങ്കിൾ സമ്മതിച്ചോ? അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ഇന്നലെ നാട്ടിൽ പോയില്ലേ? ആഹാ, അതാണ് നിൻ്റെ മുഖത്തൊരു സന്തോഷം. അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലാത്തത് കൊണ്ടാകില്ലേ ഈ ബാൽക്കണിയുടെ ഡോർ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്? അതിഥി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ തുറന്നതാ. ചേച്ചിക്കിപ്പോൾ ഫുൾ സംശയമാണല്ലോ. ഷാലു, ദേ ഇങ്ങോട്ട് വന്നേ. ആ നിൽക്കുന്ന 2 പയ്യന്മാരിൽ ആരെങ്കിലും ആണോ നീ അന്ന് പറഞ്ഞ കാണാൻ കൊള്ളാമെന്ന് ചേട്ടൻ? അതിഥിയുടെ ചോദ്യം കേട്ട് ഷാലു ഡൈനിങ് ഹാളിൽ നിന്ന് ഒന്ന് എത്തി നോക്കി. അല്ല, ആ ചേട്ടനെ 2 ദിവസമായി കാണാനില്ല. ആഹാ, അത്ര നല്ല ഒബ്സർവേഷൻ ആണല്ലോ. ഈ ആത്മാർത്ഥത +2 റിസൾട്ട് വരുമ്പോൾ അതിൽ കാണണം കേട്ടോ. ഇനി ഞാൻ എന്നാണാവോ നിൻ്റെ ഈ അജ്ഞാത കാമുകനെ കാണാൻ പോകുന്നേ? അതിഥി കളിയാക്കി ചോദിച്ചു. അയ്യേ, അവനെൻ്റെ കാമുകനൊന്നുമല്ല. പിന്നെ നീ എന്തിനാ ആ ഫ്ലാറ്റിലെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്ര നാണിക്കുന്നേ? എനിക്കൊരു നാണമില്ല, ചേച്ചിക്ക് തോന്നുന്നതാ. ഷാലുവിന് ആ പയ്യൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന് അതിഥിക്ക് നന്നായി മനസ്സിലായെങ്കിലും കൂടുതൽ ചോദിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ വിഷയം മാറ്റി. രാത്രി റൂമിലെത്തിയപ്പോൾ വരാന്തയിൽ ഫോണും വിളിച്ച് ദേവിക നിൽപ്പുണ്ടായിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൾ ഫോൺ കട്ട് ചെയ്ത് ഓടി അടുത്തെത്തി. വാലൻറ്റൈൻസ് ഡേക്ക് ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നല്ലോ. ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ കഴിഞ്ഞല്ലേ നമ്മളും വരുന്നേ. അതുപോട്ടെ, എന്തൊക്കെ കിട്ടി? ഞാനിന്ന് ക്ലാസ്സിൽ പോയില്ല. ഞങ്ങൾ 2 കൂടി കറങ്ങാൻ പോയി. ഇവിടെ അടുത്തൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് റൈഡിന് പോയി. പിന്നെ അവൻ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നീ എന്ത് മേടിച്ചു കൊടുത്തു? ഞാൻ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു. വലിയ ഗിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലെവിടുന്ന? അപ്പോൾ അവനെവിടുന്ന ഇതൊക്കെ വാങ്ങാൻ ക്യാഷ്? ആൺകുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കിട്ടുമല്ലോ, നമ്മളെപ്പോലെ അല്ല. ഈ ആൺകുട്ടികൾക്ക് മേലോട്ട് നോക്കി നിന്നാൽ കയ്യിൽ ക്യാഷൊന്നും വരില്ല ദേവു. ഒന്നുകിൽ വീട്ടിൽ ഉടായ്പ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ പാവം വല്ല പണിക്കും പോകുന്നുണ്ടാവും. ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം അവൻ ഇഷ്ടത്തിന് വാങ്ങിത്തരുന്നതല്ലേ. ചേച്ചി എന്താ ഒരുമാതിരി എന്നെ കുറ്റപ്പെടുത്തും പോലെ സംസാരിക്കുന്നത്? അതിഥി പറഞ്ഞത് ദേവിക്ക് ഇഷ്ടമായില്ല. അയ്യോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല. രണ്ടാൾക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് തന്നെ അത് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നീ അത് വിടും. അതിഥി വേഗം വിഷയം മാറ്റി. നീ പിന്നെ റൂമിലേക്കൊന്നും വന്നില്ലല്ലോ. സാക്ഷിയെ പേടിച്ചിട്ടാണോ? അല്ല, കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ ഇടയ്ക്ക് വരാം. ചേച്ചി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ. ഫോൺ വിളി ബാക്കിയുണ്ട്, പിന്നെ കാണാം കേട്ടോ. ദേവു റൂമിലേക്കുള്ള പടികൾ കയറി. ദേവികയോട് അത്രയൊന്നും പറയേണ്ടായിരുന്നു എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിഥിക്ക് തോന്നി. എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ താൻ അഭിപ്രായം പറയാനും ഉപദേശം നൽകാനും നിൽക്കുന്നത്? അവൾ അവളുടെ തലമുണ്ടയ്ക്ക് തന്നെ 2 കൊട്ടു കൊടുത്തു. ഒരുപക്ഷെ ദേവികയിൽ എവിടെയൊക്കെ തന്നെ കാണുന്നത് കൊണ്ടാവും താൻ അനുഭവിച്ച കടന്നുപോയ വേദനകൾ അവൾ കൂടെ അനുഭവിക്കേണ്ടെന്ന് കരുതിയാകും. അവൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ അങ്കിളിൻ്റെ കോൾ വന്നത്. അവൾ സമയം നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ആളെന്തിനാണ് ഈ സമയം തന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും അത്യാവശ്യമാകുമോ? നാട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടായി കാണുമോ? നീ ആ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ കട്ട് ചെയ്തെങ്കിലും വയ്ക്ക്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. റിങ് ചെയ്യുന്ന ഫോണിലേക്ക് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അതിഥിയോട് ഉറക്കച്ചടവിൽ സാക്ഷി വിളിച്ചു പറഞ്ഞു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ മോളെ, ഉറങ്ങിയോ? ഫോണിൽ അങ്കിൾ തന്നെയാണ്.
ആ, സമയം 1 മണി കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ കിടന്നു. എന്തു പറ്റി അങ്കിളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിൾ വെറുതെ സംസാരിക്കാൻ വിളിച്ചതാണ്. മോള് വീട്ടിൽ വരുമ്പോൾ ഞാനവിടെ ഉണ്ടാകാറില്ലല്ലോ. ബാംഗ്ലൂരെല്ലാം ഇഷ്ടമായോ? ആ, കുഴപ്പമില്ല. പാതിരാത്രി വിളിച്ച് ബാംഗ്ലൂർ വിശേഷം ചോദിക്കുന്നത് അവൾക്കത്ര ഇഷ്ടമാകാത്തതിനാൽ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പോയി ബാംഗ്ലൂർ വന്നിട്ട്? അവൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന കാര്യം മനസ്സിലായിട്ടും വീണ്ടും അങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്കിളിപ്പോൾ എവിടെയാ? ഇവിടെ ഇല്ലേ? ആൻറ്റിയും ഷാലും എവിടെ? ഞാനിപ്പോൾ നാട്ടിലല്ലേ. ഇവിടെ നിന്നൊരു പെഗ്ഗൊക്കെ അടിച്ച് മൂടായിരിക്കുവാണ്. അല്ലെങ്കിൽ ആൻറ്റി ഉള്ളപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഓപ്പണായി ഫ്രീ ആയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? ആൻറ്റി അറിയാതെ എന്താ അങ്കിളിന് എന്നോട് ഫ്രീ ആയി സംസാരിക്കാനുള്ളത്? അവൾ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അയ്യോ, രാത്രി ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ടാണോ മോള് ദേഷ്യപ്പെടുന്നത്? അങ്കിൾ മോളെ ഡിസ്റ്റർബ് ചെയ്യണോ എന്ന് കരുതിയല്ല വിളിച്ചത്. ഒരു കാര്യം ചെയ്യാം, അങ്കിൾ ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ട്രിപ്പ് പോവാം, മോള് റെഡി ആവുമ്പോൾ. അവൾക്കതിന് എന്ത് മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ആൻറ്റിയെ ഒഴിവാക്കി സംസാരിക്കാനും ട്രിപ്പ് പോകാനും വിളിക്കാനും മാത്രം ധൈര്യം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? അങ്കിൾ, എനിക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ട്, ഞാൻ വയ്ക്കുവാണ്. അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ വാട്സപ്പിൽ അങ്കിളിൻ്റെ മെസ്സേജുകൾ വന്നു തുടങ്ങി. ഞാൻ തിരിച്ചു വരുന്നവരെ ഇടയ്ക്കിടെ വിളിക്കാം, മോൾ ഫോൺ എടുക്കണം. എനിക്കിവിടെ ബാംഗ്ലൂരിൽ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. മോളാകുമ്പോൾ നമുക്കിടയ്ക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാമല്ലോ. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, മടിക്കണ്ട കേട്ടോ. താൻ മെസ്സേജ് കണ്ടിട്ട് മറുപടി പോലും കൊടുക്കാതിരുന്നിട്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് അയക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഓക്കാനം വന്നു. ഒരൊറ്റ നിമിഷത്തിൽ ഒരാളെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും തകർന്നടിഞ്ഞപ്പോൾ കരയാൻ പോലും ആകാതെ അവൾ കട്ടിലിൽ സ്തംഭിച്ചിരുന്നു. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോടാണ് എങ്ങനെയാണ് അയാൾക്കിങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? സുരക്ഷിതമെന്ന് കരുതി നാം ചേർന്ന് നിന്ന ഇടങ്ങളൊക്കെ നമ്മെ ചേർത്ത് നിർത്തിയത് മറ്റൊരു വിധത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി നടന്ന ഒരു ദുസ്വപ്നമാവണമെന്ന് പ്രാർത്ഥിച്ച് അവൾ കണ്ണു തുറന്നു. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വീണ്ടും അങ്കിളിൻ്റെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ. ഓഫീസിൽ പോകുന്നവരെ സാക്ഷി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഒന്നും വ്യക്തമായി കേട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് അവൾ നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ ഉരുകിയില്ലാതാവുമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ ആരെയാണ് വിളിക്കേണ്ടത്? മകൾക്ക് എന്തു പറ്റിയാൽ ഓടിയെത്തുമെന്ന് കരുതി അയാളുടെ കയ്യിലേൽപ്പിച്ച അച്ഛനെയും അമ്മയുമോ? വേണ്ട, ഇതറിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചു വരാനല്ലാതെ അവർ വേറെ ഒന്നും പറയാൻ സാധ്യതയില്ല. ലേ വിളിച്ചാൽ അവളിത് വലിയ പ്രശ്നമാക്കും. അവൾ ഫോണെടുത്ത് ചിറ്റയുടെ നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയാണ് ചിറ്റ. ചെറുപ്പത്തിൽ കൂട്ടുകുടുംബത്തിലായതിനാൽ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന അന്നു മുതൽ അവൾ ചിറ്റയുമായി നല്ല കൂട്ടാണ്. കുടുംബത്തിൽ മറ്റാരേക്കാൾ അവർക്ക് സ്നേഹവും വിശ്വാസവും ചിറ്റയോടാണ്. ബാംഗ്ലൂരിൽ പോയതിൽ പിന്നെ നിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. ഫോൺ എടുത്ത പാടെ ചിറ്റ ചോദിച്ചു. ചിറ്റയുടെ ശബ്ദം കേട്ട പാടെ അവൾ കരച്ചിൽ നിയന്ത്രിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു. അയ്യോ, നീ എന്തിനാ അമ്മു കരയുന്നേ? എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഓഫീസിൽ ആളുകൾ വന്നു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അവൾ കണ്ണു തുടച്ച് ഫോണുമായി ബാത്റൂമിലേക്ക് നടന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്ത് വൃത്തികെട്ടവനാണ്! എവിടെ നിന്ന് കിട്ടിയ ആൾക്ക് ഇത്രയും ധൈര്യം? നീ ആളെ വിളിക്ക്, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് രണ്ട് പറയാം. വേണ്ട, ഒരു പ്രശ്നമായാൽ ആൻറ്റിയുടെ കാര്യം ഓർത്തു നോക്കൂ. സ്വന്തം അച്ഛൻ ഇങ്ങനെയാണെന്ന് ഷാലുവിനോട് ഞാൻ എങ്ങനെ പറയും? നീ അവരോടൊന്നും പറയണ്ട, അയാളെ വിളിക്കുക, എന്നിട്ട് ഞാൻ പറയും പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ചിറ്റ ഫോൺ കട്ട് ചെയ്ത പാടെ അവൾ അങ്കിളിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്കിൾ എന്തിനാ ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്? ഫോൺ എടുത്ത പാടെ അവൾ കടുത്ത സ്വരത്ത് ചോദിച്ചു. ഞാൻ ചുമ്മാ സംസാരിക്കാൻ വിളിച്ചതല്ലേ. നട്ടപ്പാതിരയ്ക്ക് വെള്ളം അടിച്ചാണോ മോളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് സംസാരിക്കാം, ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുന്നത്? ഒരാഴ്ച ഇവിടെ ഉണ്ടായിട്ട് ഈ അന്വേഷണമൊന്നും കണ്ടില്ലല്ലോ. ആൻറ്റി ഇല്ലാത്തപ്പോൾ സംസാരിക്കുക എന്ന് പറഞ്ഞത് എന്തുദ്ദേശിച്ചിട്ടാ? അവൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, മോളിതിനെ അങ്ങനെ എടുക്കണ്ട. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് കരുതി. മോള് ഞാൻ വിളിച്ച കാര്യം ആൻറ്റിയോടൊന്നും പറയണ്ട കേട്ടോ. അങ്കിൾ മയപ്പെട്ട ശബ്ദത്തിൽ അപേക്ഷയൊന്നോണം പറഞ്ഞു. അതെന്താ ആൻറ്റി അറിഞ്ഞാൽ? അങ്കിൾ സംസാരിക്കാൻ വിളിച്ചതല്ലേ. പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? ഇനിമേലല്ല എൻ്റെ ഫോണിൽ വിളിക്കരുത്. ആൻറ്റി അറിയാതെയുള്ള ഒരിടപാടും എനിക്ക് അങ്കിളിനായി വേണ്ട. അവൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. മനസ്സിൽ നിന്നും എന്തോ ഭാരമിറക്കി വെച്ച സമാധാനത്തിൽ അവൾ വീണ്ടും ചിറ്റയെ വിളിച്ചു. അമ്മു, നമുക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും മറ്റൊരാൾ വരുമെന്ന് കരുതി കാത്തു നിൽക്കരുത്. നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നടന്നാൽ അപ്പോൾ തന്നെ വെട്ടി തുറന്ന് പറഞ്ഞേക്കണം. നീ ധൈര്യമുള്ള കുട്ടിയല്ലേ. നിന്നോട് ഞാൻ ഇതൊന്നും പറഞ്ഞു തരണ്ടല്ലോ. ചിറ്റ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, പക്ഷെ അങ്കിളിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. സാരമല്ല, പോട്ടെ. ഇനി അയാൾ എന്തെങ്കിലും ചെയ്താൽ ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. എനിക്ക് മോനെ സ്കൂളിൽ വിടണം, ഞാൻ എന്നിട്ട് വിളിക്കാം. ചിറ്റ ഫോൺ വെച്ചു. രാത്രി ഹോസ്റ്റലിൽ സാക്ഷി ഉണ്ടായിരുന്നില്ല. അവൾ ചേച്ചിയുടെ വീട്ടിൽ പോയി. മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഫോണിൽ ആൻറ്റിയുടെ മിസ് കോൾ ഉണ്ട്. ഇന്ന് വൈകുന്നേരം വരണമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അവൾ ഡയറി എടുത്ത് പാർക്കിലേക്ക് നടന്നു. ഹോസ്റ്റലിന് മുൻപിലായി ഒരു ചെറിയ തടാകവും അതിനോട് ചേർന്ന് വിശാലമായ പാർക്കുമുണ്ട്. വൈകുന്നേരം നടക്കാനും കളിക്കാനും എത്തുന്നവരൊക്കെയായി പാർക്ക് സജീവമാവും. നല്ല ചൂടുള്ള ചുട്ട ചോളത്തിനൊപ്പം ഉപ്പും മുളകും തേച്ച് തരുന്ന ഉന്തുവണ്ടി കടകളും ഐസ്ക്രീം കടകളുമെല്ലാം അവിടെ നിറയുണ്ട്.
അവൾ വെളിച്ചം കിട്ടുന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു.